ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം 38-ാമത്തെ വാക്യം. ഫറവോൻ തൻ്റെ ഭൃത്യന്മാരോട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. ഫറവോൻ തൻ്റെ ഭൃത്യന്മാരോട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അഭിയുന്നരായ പിതാക്കന്മാരെ, വന്യ കോറപ്പിസ്കോപ്പന്മാരെ, വന്യ റമ്പാച്ചന്മാരെ, വന്യ വൈദിക സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, വന്യരായ ശമ്മാശന്മാരെ, സെമിനാരി വിദ്യാർത്ഥികളെ, കർത്താവിൽ അനുഗ്രഹീതരെ, നാം വായിച്ചു കേട്ട വേദഭാഗം സുപരിചിതമാണ്. ഫറവോൻ്റെ സ്വപ്നങ്ങളെ വ്യാഖ്യാനിച്ച യൗസേപ്പിനെ കുറിച്ചുള്ള ഫറവോൻ്റെ സാക്ഷ്യമാണ് ഈ വാക്യം. ഏഞ്ചൽ അച്ഛനായി, ഏഞ്ചൽ ബാവായായി, മലങ്കരയുടെ സൂര്യ തേജസ്സായി മനുഷ്യ മക്കളുടെ മനസ്സിൽ ഇടം തേടിയ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ കാതോലിക്ക ബാവായിക്ക് ഈ വാക്യവും വിശേഷണം ചേരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവാത്മാവുള്ള ഒരു പരിശുദ്ധ പിതാവായിരുന്നു പരിശുദ്ധ ബാവാ തിരുമേനി. നമുക്കെല്ലാവർക്കും അത് അവകാശപ്പെടാവുന്നതാണ്. പരിശുദ്ധ മാമോദീസയിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം ലഭിച്ചവരാണെന്നാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആവാസം എങ്ങനെയാണ് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാവുക? നമുക്കൊരു തെറ്റായ ധാരണയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാകൊണ്ട് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ നിക്ഷേപിക്കുമ്പോൾ ആത്മാവ് ഈ കൂടിനകത്ത്, ഈ മന്ദിരത്തിനകത്ത് ഇംപ്രിസൺഡ്, തടവിലായി പോകുന്നു എന്നുള്ള നിലയിലാണ് നമ്മുടെ ഒരു ചിന്ത എന്നാണ് എൻ്റെ വിചാരം. എന്നാൽ നമുക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോ അണുവിലും ഓരോ കോശത്തിലും പ്രോജ്വലിച്ച് ശോഭിക്കുന്നതാണ്. അങ്ങനെ ഓരോ ആളിലും, ഓരോ കോശത്തിലും, ചിന്തയിലും, മനസ്സിലുമൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രോജ്വലനം ലഭിക്കുന്ന ആളുകൾ അവരവരുടെ ജീവിതത്തിൽ പുറപ്പെടുവിക്കുന്ന ഫലങ്ങളിലൂടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വെളിപ്പെടുത്തുക. അങ്ങനെയെങ്കിൽ ദൈവാത്മാവുള്ള ഒരു മനുഷ്യൻ്റെ ലക്ഷണം എന്താണ് എന്ന് ചോദിച്ചാൽ, പരിശുദ്ധനായ പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ 9 ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരാകും ദൈവാത്മാവിൽ വ്യാപരിക്കുന്നവർ. ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ചിന്തയിലും അണുവിലും കോശത്തിലുമൊക്കെ പരിശുദ്ധാത്മാവിനെ പ്രോജ്വലിപ്പിക്കുന്ന ഒരാൾ, ആ ആളിൻ്റെ ജീവിതത്തിലൂടെ പുറപ്പെടുവിക്കുന്ന ഫലങ്ങൾ നാം തിരിച്ചറിഞ്ഞാൽ, നാം കണ്ടാൽ, ആ ആളിലുള്ള ആത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടും. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പൗലോസ്ലീഹ പറയുന്നത്, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എന്നീ ഫലങ്ങളെക്കുറിച്ചാണ്. നമ്മിലൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുള്ളതിനാൽ അതിൻ്റെ പ്രതിസ്പന്ദനങ്ങൾ അല്പമെങ്കിലും കാണാതിരിക്കില്ല.
എന്നാൽ പരിശുദ്ധ ബാബാ തിരുമേനിയെ പോലെയുള്ളവരിൽ അത് കുറേ കൂടെ നമുക്ക് സ്പഷ്ടമായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ആത്മാവിൻ്റെ വ്യാപാരം നല്ലതുപോലെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു പരിശുദ്ധ ബാബാ തിരുമേനിയുടേത്. ആ ആത്മാവിൻ്റെ ഫലങ്ങളെയെല്ലാം തിരുമേനിയിലുള്ളതിനെ വ്യാഖ്യാനിക്കുവാനും സമർത്ഥിക്കുവാനും ഇവിടെ സമയമില്ല. അതുകൊണ്ട് 2-3 കാര്യങ്ങളിൽ മാത്രം ആ ഭാഗത്ത് ഒന്ന് ഓർമ്മ പുതുക്കുവാനായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രോജ്വലമുണ്ടായിരുന്നത് കൊണ്ടാണ് തിരുമേനിയിൽ സ്നേഹം നിറഞ്ഞ് കവിഞ്ഞത്. നമ്മുടെ വിശുദ്ധ കുർബാന തക്സായിൽ മാർ സൊക്സ്തോസിൻ്റെ തക്സായിൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്, വന്ന് വസിച്ച് കവിഞ്ഞൊഴുകണമേ. 3 വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. വന്ന് വസിച്ച് കവിഞ്ഞൊഴുകണമേ, ഓവർഫ്ലോയിങ് ആണ്. തിരുമേനിയിൽ സ്നേഹം നിറഞ്ഞ് കവിഞ്ഞൊഴുകിയ ഒരാളാണ്. നമ്മുടെ ഈ മലയാള സംസ്കാരത്തിൽ നമുക്കൊരു പ്രതിസന്ധിയുണ്ട്. സ്നേഹം നാം ഉള്ളിൽ സൂക്ഷിക്കുന്നവരാണ്. അതിന് പ്രത്യേകമായ പ്രതിസ്പന്ദനങ്ങൾ, പ്രകടനങ്ങൾ ഒന്നും അധികമില്ലാത്ത ഒരു സംസ്കാരത്തിലാണ് നാം ജീവിക്കുന്നത്. പാശ്ചാത്യ നാട്ടുകളിലേക്ക് നാം സഞ്ചരിച്ചാൽ, അവിടെ ജീവിച്ചാൽ നമുക്കറിയാം, സ്നേഹത്തിന് ഭാവങ്ങളുണ്ട്. തിരുമേനിയിൽ ഞാൻ കണ്ടിട്ടുള്ളത് സ്നേഹത്തിൻ്റെ ഉള്ളിലുള്ള സ്നേഹം കവിഞ്ഞൊഴുകിയിട്ടുണ്ട്. അത് നമുക്ക് പകർന്നു നൽകിയിട്ടുണ്ട്. നാം അതനുഭവിച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ചിലർക്കെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ആലിംഗനം, ഒരു ഉമ്മ ലഭിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിചാരം. അതൊരു തെറ്റായ കാര്യമല്ല. വിശുദ്ധ സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നത്, കർത്താവിൻ്റെ മാറോട് ചേർന്നിരുന്ന യോഹന്നാനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മയും സ്നേഹത്തിൻ്റെ പകരലും നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. പരിശുദ്ധ ബാബാ തിരുമേനി വല്ലപ്പോഴുമെങ്കിലും അത്തരത്തിൽ തന്നെ സ്നേഹം പ്രകടമാക്കിയ ഒരാളാണ്. അതിൻ്റെ അർത്ഥം ഇവിടെ ഇരിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള എന്നെ കേൾക്കുകയൊക്കെ ചെയ്യുന്ന എല്ലാവരെയും പോയി ആലിംഗനം ചെയ്യാമെന്നൊന്നുമല്ല. പക്ഷെ തിരുമേനിക്കത് ചെയ്യാമായിരുന്നു. തിരുമേനി ചെയ്താൽ അതിന് വേറൊരു വ്യാഖ്യാനമോ ദുർവ്യാഖ്യാനമോ ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം അത് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി കൊണ്ടാണ്. അതിനകത്ത് മറ്റൊരു തലവുമില്ലായിരുന്നു ആ ആലിംഗനത്തിൽ. അതുകൊണ്ട് തിരുമേനിയുടെ സ്നേഹം അത് വാക്കുകളിലൂടെ, തൻ്റെ ശരീരഭാഷയിലൂടെ, ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്നേഹം സ്ഫുരിക്കുന്നത്, സ്നേഹം പ്രതിബിംബിക്കുന്നത് നമ്മുടെ മുഖഭാവത്തിൽ, നമ്മുടെ ശരീരഭാഷയിലൊക്കെയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടാകാം, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പോലും, നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ സംവേദിപ്പിക്കപ്പെടുന്നത് വാക്കുകളിലൂടെ 35% മാത്രമേ ഉള്ളൂ. 65% സംവേദനവും ശരീരഭാഷയിലൂടെയാണ്, മുഖഭാവങ്ങളിലൂടെയാണ്, കണ്ണുകളിലൂടെയാണ് എന്ന് പഠിച്ചിട്ടുണ്ടാകാം. തിരുമേനിയിൽ അത് നമ്മേക്കാൾ വളരെയേറെ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ആ സ്നേഹം അനുഭവിച്ചവർക്ക് അറിയാം, എന്നെ തിരുമേനി വളരെയധികം സ്നേഹിച്ചിരുന്നു എന്ന് ഉള്ളിൽ കരുതുന്നു. ഓരോരുത്തരും അങ്ങനെയാണ് കരുതുന്നത്, എന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് എന്ന്. കാരണം എല്ലാ ബന്ധങ്ങളിലും അദ്ദേഹം അത് വളരെ ആത്മാർത്ഥമായിട്ട് പ്രതിബിംബിച്ചിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ ധ്യാനിക്കുന്നത് സന്തോഷത്തെക്കുറിച്ചാണല്ലോ. ആത്മാവിൻ്റെ ഫലത്തിൽ അദ്ദേഹം വളരെയധികം സന്തോഷവാനായ
ഒരു പിതാവായിരുന്നു. സന്തോഷമുണ്ടാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായിരുന്ന ആ പുഞ്ചിരിയോ തേജസ്സോ നമ്മുടെ മനസ്സിൽ ഇന്നും ഒളിമങ്ങാതെ നിൽക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിചാരം. മനസ്സിൻ്റെ കണ്ണാടിയാണ് മുഖം. ഞാൻ കണ്ടിട്ടുള്ള മിക്ക സമയങ്ങളിലും സുസ്മേരവദനനായി, പ്രസന്നവദനനായി തിരുമേനിയെ കണ്ടിട്ടുണ്ട്. ഞാൻ ചെറുപ്പക്കാരോട് പറയാറുണ്ട്, കുട്ടികളോട് പറയാറുണ്ട്, പ്ലീസ് സ്മൈൽ. നിങ്ങൾ പുഞ്ചിരിക്കൂ. ഇഫ് യു സ്മൈൽ, പീപ്പിൾ അറൗണ്ട് വിൽ സ്മൈൽ. ഇഫ് യു ഡോണ്ട് സ്മൈൽ, പീപ്പിൾ അറൗണ്ട് കനോട്ട് സ്മൈൽ. എനിക്കും നിങ്ങൾക്കും പുഞ്ചിരിക്കാൻ സാധിക്കുമോ? നമുക്ക് ചുറ്റും നിൽക്കുന്നവരുടെ മുഖത്ത് പുഞ്ചിരി പടരുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. തിരുമേനിയിലുണ്ടായിരുന്ന ആ ഒരു ആനന്ദത്തിൻ്റെ, ഞാൻ ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരു മനുഷ്യന് സന്തോഷമുണ്ടാകുന്നത് ആനന്ദമാണ് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുവാൻ സാധിക്കുകയില്ല. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന ഒരു സന്തോഷമുണ്ട്. അതിന് ഇംഗ്ലീഷിൽ പ്ലഷർ എന്ന വാക്കാണ്. PLEASURE. അത് സന്തോഷമായി കരുതുന്ന ഒരു കാലഘട്ടത്തിലാണ് അതിൻ്റെ ഏറ്റവും ഉദാത്തമായ ഭാവമായ ജോയ്, JOY, അതിനെയാണ് നമ്മൾ ആനന്ദം എന്ന് വിളിക്കുന്നത്. അത് ബാഹ്യമായ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്നതല്ല, പിന്നെയോ അത് ഉള്ളിൽ നിന്നുണ്ടാകുന്നതിനാണ്. അതാണ് ആനന്ദം. തിരുമേനിയുടെ സന്തോഷം എന്ന് പറയുന്നത് ഈ ഉള്ളിലുണ്ടായ ആനന്ദത്തിൻ്റെ ബഹിർസ്ഫുരണമായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ തിരുമേനിയുടെ ജീവിതം, തിരുമേനി പ്രകടിപ്പിച്ച സന്തോഷം, അത് നാം നമ്മുടെ വിചാരധാരയിലേക്ക് കൊണ്ടുവന്നാൽ ഇന്നുള്ള ഈ ബാഹ്യമായ പ്ലഷറിനേക്കാൾ കൂടുതൽ ഉള്ളിലുണ്ടാകുന്ന ജോയ്, ആനന്ദത്തെക്കുറിച്ച് നാം ധ്യാനിക്കുവാനായിട്ട് തുടങ്ങും. തിരുമേനിയുടെ സന്തോഷം അതിന് നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്. മറ്റേ വാക്ക് സമാധാനമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രക്ഷുബ്ധമായ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും അഭിനന്ദനായ ഏലിയാസ് തിരുമേനിക്കോ അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ സഞ്ചരിച്ചവർക്കൊക്കെ അത് ആഴമായിട്ട് അറിയാവുന്നതാണ്. എന്നാൽ ആ പ്രക്ഷുബ്ധമായ സമയത്തും ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ, അദ്ദേഹത്തിൻ്റെ നടപ്പിൽ, അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലിയിലൊന്നും താൻ അസമാധാനം പേറി നടക്കുന്ന ഒരാളെന്ന് ഒരിക്കലും നമുക്ക് തോന്നിയിട്ടില്ല. എപ്പോഴും ഒരു സമാധാനവാഹകനായി അദ്ദേഹം നമ്മുടെ മുമ്പാകെ പ്രത്യക്ഷപ്പെടുമായിരുന്നു. പുറമേയും അദ്ദേഹം സമാധാനകാംക്ഷിയായിരുന്നു. മറുവിഭാഗവുമായിട്ടുള്ള പ്രതിസന്ധികൾ അനേകം നിലനിൽക്കുമ്പോഴും സഭ യോജിക്കണമെന്നും ഈ യോജിച്ച സഭയാണ് സാക്ഷ്യമുള്ളതെന്നും കണ്ട് സമാധാനം പുനഃസ്ഥാപിക്കുവാനായിട്ടുള്ള നടപടികളിലേക്ക് അദ്ദേഹം പ്രവേശിക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് ഭിന്ന അഭിപ്രായങ്ങൾ, അതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് ഭിന്ന അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകാം. എന്നാൽ ഞാൻ പറയുന്നു, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ച ആ സമാധാനത്തിൻ്റെ ബഹിർസ്ഫുരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ നടപടികളിൽ നാം കണ്ടത്. പലപ്പോഴും നമ്മുടെ പ്രസംഗങ്ങളിൽ നാം പലതും പറയുമെങ്കിലും ഉള്ളിൽ അതങ്ങനെയാകണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. തിരുമേനിക്ക് ഉള്ളിലുണ്ടായിരുന്ന ഈ സമാധാനകാംക്ഷ, അത് അദ്ദേഹത്തിൻ്റെ നടപടികളിൽ, അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളിൽ നാം ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നെപ്പോലെയുള്ളവരും ചില വൈദികരുമൊക്കെ ചില നിസ്സാര കാര്യങ്ങൾ കണ്ടാൽ വളരെ പെട്ടെന്ന് ക്ഷോഭിക്കുന്നവരാണ്. ഒന്ന് രണ്ട് സംഭവങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്.
സെമിനാരിയിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അന്ന് ഞാൻ ഷമ്മാശൻ പോലും ആയിട്ടില്ല. പരിശുദ്ധ ബാബാ തിരുമേനി അന്ന് സെമിനാരിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴാണ് ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പായിരുന്നു അന്ന് തിരുമേനി അസിസ്റ്റ് ചെയ്തത്. തുയ്യബോ കഴിഞ്ഞ് വിശുദ്ധ കുർബാന പരസ്യമായി ആരംഭിക്കുന്ന സമയത്തേക്ക് ധൂപക്കുറ്റിയിൽ കുന്തിരിക്കമിടുവാനായിട്ട് ഒരു ഷമ്മാശൻ ധൂപക്കുറ്റിയുമായിട്ട് തിരുമേനിയുടെ സമീപത്തേക്ക് വന്നപ്പോൾ, ശരിക്കും പറഞ്ഞാൽ പുതിയ കരി ഇട്ടതിനാൽ തിരുമേനി ആ തീ കണ്ടില്ല. അതിനടിയിൽ തീ ഉണ്ടായിരുന്നു, പക്ഷെ തിരുമേനി തീ കണ്ടില്ല. തിരുമേനി അവിടെ നിന്നുകൊണ്ട് ആ സ്ലീബായും കൊണ്ട് തീയില്ലാതെയാണോ ധൂപക്കുറ്റി കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞ് 3 പ്രാവശ്യം നെഞ്ചത്തടിച്ചു. അവിടെ നിന്നിരുന്ന ഞങ്ങളും പ്രത്യേകിച്ചും ആ ഷമ്മാശനും വലിയ ദുഃഖത്തിലായി. ഒരു വാക്ക് പോലും വഴക്ക് പറഞ്ഞില്ല. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, അതിനുശേഷം ആ ഷമ്മാശനും ഞങ്ങളും ഒരിക്കലും കനലില്ലാതെ ധൂപമിടാനായിട്ട് കൊണ്ടുപോകാറില്ല. ഇപ്പോഴും ചില സന്ദർഭങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ധൂപമിടാനായിട്ട് കൊണ്ടുവരുമ്പോൾ തീയില്ലാതെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ ബാബാ തിരുമേനിയുടെ ചിത്രമുള്ളത് കൊണ്ട് പോയി കത്തിച്ചു കൊണ്ടുവരാൻ പറഞ്ഞ് സാവകാശം വിടാൻ ശ്രമിക്കാറുണ്ട്. അവിടെ ദേഷ്യപ്പെട്ടില്ല. മറ്റൊരു സന്ദർഭത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ബുധനാഴ്ചയുടെ സന്ധ്യയ്ക്ക് എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ച കഴിഞ്ഞ് ബുധനാഴ്ചയുടെ സന്ധ്യയ്ക്ക് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഉപയോഗിച്ച മോര് മിച്ചം വന്നത് അന്ന് വൈകിട്ട് കഞ്ഞിയുടെ കൂടെ വിളമ്പി. അവിടെയും തിരുമേനി ക്ഷോഭിച്ചില്ല. തിരുമേനി അവിടെ ഇരുന്നുകൊണ്ട് നെഞ്ചത്തടിക്കുകയാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ. വേറൊന്നും പറയണ്ട പ്രിയമുള്ളവരെ. പിന്നെ സെമിനാരിയിൽ മോര് വിളമ്പി കാണില്ല. അബദ്ധം പറ്റിയതാണ്. സെമിനാരിയുടെ പ്രശ്നമല്ല, ആ ഗ്രൂപ്പിൽ അവിടെ ഭക്ഷണം ക്രമീകരിക്കുന്നതും വിളമ്പുന്നതുമൊക്കെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളാണ്. അന്ന് അവർക്ക് പറ്റിയ ഒരു അബദ്ധമാണ്. ഇങ്ങനെ കോപിക്കേണ്ട, ദേഷ്യപ്പെടേണ്ട സ്ഥലങ്ങളിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ, ഒരുപക്ഷെ നാം കോപിച്ച് വഴക്കുണ്ടാക്കി ഒരാളെ ശാസിച്ച് അത് തിരുത്താൻ ശ്രമിക്കുന്നതിനേക്കാൾ 10 മടങ്ങ് ശക്തിയിൽ ആ പാഠം ഉള്ളിൽ സൂക്ഷിക്കുവാൻ ആ ആളിന് കഴിയും എന്നാണ് എൻ്റെ വിചാരം. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അത് ഞാൻ കണ്ടതല്ല. എലിയാസ് തിരുമേനിക്കൊക്കെ അറിയാമായിരിക്കാം. പരിമല സെമിനാരിയിൽ ഒരു വിവാഹ കൂദാശയ്ക്ക് വന്നപ്പോൾ മണവാട്ടി ഗൗൺ ധരിച്ചു വന്നു. പക്ഷേ ടോപ്പ്ലെസ് ഗൗണായിരുന്നെന്നാണ് പറയുന്നത്. തോളിന് മേളിലോട്ട് ഒന്നുമില്ല. തിരുമേനി മന്ത്രകോടി എടുത്ത് ഈ മണവാട്ടിയെ പുതപ്പിച്ചിട്ട് വിവാഹ കൂദാശ നടത്തിയെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നാമൊക്കെ ആയിരുന്നെങ്കിൽ ആ വിവാഹ കൂദാശയും അവിടെ നിന്നവരെയും ഈ മണവാളിനെയും മണവാട്ടിയും ഒക്കെ വഴക്ക് പറഞ്ഞ് നശിപ്പിക്കുമായിരുന്നു. അവരുടെ ഭാഗത്തുനിന്നുണ്ടായത് തെറ്റാണ്. പ്രത്യേകിച്ചും ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും നാം ആ ഒരു സംസ്കാരത്തിലേക്ക് വളർന്നിട്ടില്ലാത്തൊരു സാഹചര്യത്തിൽ കൂദാശ മധ്യ, പ്രത്യേകിച്ചും വിവാഹ കൂദാശ, മാമോദീസ തുടങ്ങിയ സമയങ്ങളിൽ ഞാൻ എൻ്റെ ഷമ്മാശന്മാരോടും വൈദികരോടും പറഞ്ഞു കൊടുക്കാറുണ്ട്, നമുക്കിത് ദിനവും ചെയ്യുന്ന ഒന്നാണെങ്കിലും നമ്മുടെ മുമ്പാകെ വന്നു നിൽക്കുന്ന ആളിൻ്റെ ജീവിതത്തിലെ ഒരു സുപ്രധാന നിമിഷമാണത്. അതുകൊണ്ട് അവർ ചെയ്യുന്നതെല്ലാം ശരിയായി അംഗീകരിക്കണമെന്നുള്ളതല്ല, പക്ഷെ അതിനെ ഒരിക്കലും ആ അന്തരീക്ഷത്തെ ഹൃദയഭേദകമാക്കാതെ, ഹൃദയത്തിന് മുറിവുണ്ടാക്കാതെ, വരുന്നവർക്ക് വ്യത്യസ്തമായ ഒരു ദുഃഖമുണ്ടാകാതെ സൂക്ഷിക്കുവാനായിട്ടുള്ള കടമ എനിക്ക് തോന്നുന്നു ആ ശുശ്രൂഷ നിർവഹിക്കുന്നവർക്കും പൗരോഹിത ഗണത്തിനുമുണ്ട് എന്നാണ് എൻ്റെ ഒരു വിചാരം. തിരുമേനി അത്
കാര്യമായിട്ട് പരിഗണിച്ചിരുന്നു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പം അങ്ങനെ ഈ ആത്മാവിൻ്റെ ബാക്കിയെല്ലാം പറയുവാനായിട്ടുണ്ട്. അനുവദിച്ച സമയം 30 മിനിറ്റ് ആയതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. ഇങ്ങനെ ആത്മാവിൻ്റെ ഫലങ്ങൾ ആവോളം നിറഞ്ഞൊഴുകി നാം അനുഭവിച്ച ഒരു പിതാവായിരുന്നു പരിശുദ്ധ ബാവ തിരുമേനി. രണ്ടാമത് എനിക്ക് പറയുവാനായിട്ടുള്ളത്, ദൈവ സാന്നിധ്യം ലോകത്തിൽ നാം കണ്ട ഒരു പേഴ്സണാലിറ്റി. നാം എല്ലാവരും പറയാറുണ്ട്, വി ആർ ക്രിയേറ്റഡ് ഇൻ ദ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗോഡ്. ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന 2 വാക്കുകളാണ് ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും. നാം എല്ലാവരും ഫിലോസഫിക്കലി, തിയോളജിക്കലി, ആന്ത്രോപോളജിക്കലി ഒക്കെ അത് തന്നെയാണ്. ദൈവത്തിൻ്റെ സ്വരൂപമാണ്, സാദൃശ്യമാണ്. എന്നാൽ ചില ആളുകളിൽ അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുവാനായിട്ട് കഴിയും, അത് അനുഭവിക്കുവാനായിട്ട് കഴിയും. അതൊരു തിയറി മാത്രമല്ല. തിരുമേനിയെ അങ്ങനെ അനുഭവിക്കുവാനായിട്ട് നമുക്ക് കഴിയും. ഒരു ദൈവപുരുഷൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ കഴിയുമായിരുന്നു. തിരുമേനിയുടെ സാന്നിധ്യങ്ങൾ, പരിശുദ്ധ ബാവ തിരുമേനി ചുമതലയിലുള്ളപ്പോൾ എഡ്യൂക്കേഷൻ ഏജൻസി കോളേജിൻ്റെ പരിശുദ്ധ ബാവയാണല്ലോ. പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജിൽ നാക് അക്രഡിറ്റേഷന് വേണ്ടി ഒരു ടീം വന്നു. ആ ടീമിനെ നയിച്ചത് കേരളത്തിന് വെളിയിലുള്ള ഒരു സൗത്ത് ഇന്ത്യൻ സംസ്ഥാനത്തിലുള്ള ഒരു ലേഡിയാണ്. അപ്പോൾ ഈ പ്രോസസ്സിൻ്റെ ഭാഗമായി പ്രധാനപ്പെട്ട ആളുകളെ കൂട്ടിച്ചേർത്ത് ഈ ടീമുമായിട്ട് ഒരു സംഭാഷണം നടത്താറുണ്ട്. പരിശുദ്ധ ബാവ തിരുമേനി അവിടുത്തെ പ്രധാന കസേരയിൽ ഇരുന്ന് ടീം അംഗങ്ങളെല്ലാം മിക്കവാറും വന്നിരുന്നു. ഈ സ്ത്രീ മാത്രം ഇരിക്കുന്നില്ല. അവസാനം അവർക്ക് ഇരിക്കേണ്ടതായിട്ടുണ്ട്, കാരണം അവരാണ് ലീഡർ. അവരിരുന്നു. ഈ പ്രോസസ്സെല്ലാം കഴിഞ്ഞിട്ട് ആ സ്ത്രീ അവിടെയുള്ളവരോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, ശോഭയുള്ള ആ മഹാന്റെ മുമ്പാകെ ഇരിക്കാൻ എനിക്ക് സാധിച്ചില്ല എന്ന് അവർ അവിടെ പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, എനിക്ക് തോന്നുന്നു പൗരോഹിത്യ ശ്രേണിയിലുള്ള എല്ലാവർക്കും തന്നെയുള്ള ബാധ്യതയും വെല്ലുവിളിയുമാണിത്. ഈ വർത്തമാനകാലത്തിൽ ദൈവ സാന്നിധ്യമാകുവാൻ, അത് ജനത്തിന് ബോധ്യപ്പെടുവാനും ബോധ്യപ്പെടുത്തുവാനുമുള്ള വിളിയാണ് പൗരോഹിത്യ ശ്രേണിയിലുള്ള എല്ലാവർക്കും തന്നെ. എന്നാൽ വൈദിക ശ്രേണിയിലുള്ള ചിലരുടെ ജീവിതക്രമങ്ങൾ, അവരിൽ ചിലരെങ്കിലും ഈ സ്ഥാനത്തിന് ഒട്ടും യോഗ്യരല്ല എന്ന് ഈ കാലഘട്ടത്തിൽ വിളിച്ചു പറയുന്നുണ്ട്. ഒരു പുരോഹിത സ്ഥാനിക്കും 100% ക്രിസ്തുവായി ജീവിക്കുവാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, മനുഷ്യരായതിനാൽ. എന്നാൽ ഏറ്റവും കുറഞ്ഞത് നിന്ദാപാത്രമാകാതെയും ആക്ഷേപപാത്രമാകാതെയും അശുദ്ധപാത്രമാകാതെയും സൂക്ഷിക്കുവാനായിട്ടുള്ള കടമ ഓരോ പൗരോഹിത്യ ശ്രേണിക്കുമുണ്ട്. ഇവിടെ ജനങ്ങൾ തീർച്ചയായിട്ടും പ്രതികരിക്കും, ചർച്ചകൾ നടക്കും. അതിൻ്റെ ഒരു കാലഘട്ടമാണിത്. ഒരിക്കലും അതിനെ ന്യായീകരിക്കുവാൻ വൈദിക ശ്രേണിയിലുള്ള ആരിൽ നിന്നും ഉണ്ടാകുന്നത് ന്യായീകരിക്കുവാൻ സാധിക്കില്ല. എങ്കിലും എനിക്ക് ജനത്തോട് പറയുവാനായിട്ടുള്ള വളരെ വിനീതമായ ഒരു അപേക്ഷയുണ്ട്. ഈ സമയം ഈ മലങ്കര സഭയിൽ ഏതാണ്ട് 2500ഓളം വൈദികരും മെത്രാച്ചന്മാരും ഒക്കെ ഉണ്ട്. അതിൽ 1% 2% താഴെയോ ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായ തെറ്റുകളെ പർവ്വതീകരിച്ചും ജനറൽ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയും വൈദിക ഗണം മുഴുവൻ അങ്ങനെയാണെന്ന് ആക്കി തീർക്കുവാനായിട്ടുള്ള ഒരു ശ്രമമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. 99% നന്മയും ചർച്ച ചെയ്യപ്പെടാതെ 1% തിന്മയെ മാത്രം പ്രൊജക്റ്റ് ചെയ്യുകയും
ചർച്ച ചെയ്യുകയും അത് ഷെയർ ചെയ്യുകയും അതിന് കമൻ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ എനിക്ക് വളരെ വിനീതമായ ഒരു അപേക്ഷയുണ്ട്. വൈദിക ശ്രേണിയിലുള്ള ഒരാളും ഒരു റോട്ടൺ എഗ്ഗാകാതെ, ഒരു കൂട നിറയെ ഓറഞ്ച് ഉണ്ടെങ്കിൽ അതിൽ ഓരോ ഓറഞ്ചിന് ചീയൽ ബാധിച്ചാൽ അത് ആ കൊട്ടയിലെ ഓറഞ്ചിനെ മുഴുവൻ ബാധിക്കുമെന്നുള്ള സത്യം അറിയുമ്പോൾ തന്നെ ഈ സഭയെ വളരെ അനുഗ്രഹകരമായി ശുശ്രൂഷിക്കുകയും നയിക്കുകയും ക്രിസ്തുവിൻ്റെ സാന്നിധ്യമായി ജീവിക്കുകയും ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്ന 99% വൈദികരെക്കുറിച്ചും നിങ്ങൾക്കൊരു മതിപ്പുണ്ടാകണം, ഒരു അഭിമാനമുണ്ടാകണം എന്നുകൂടെ ഞാൻ ചേർത്ത് പറയുവാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അപ്പം അങ്ങനെ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യമാകുവാൻ, അത് നമുക്ക് അനുഭവിക്കുവാൻ, അത് വളരെ തിയറിറ്റിക്കലായിട്ടല്ല, പിന്നെയോ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അദ്ദേഹത്തെ കണ്ടുമുട്ടുമ്പോഴൊക്കെ നാം അറിയാതെ ബഹുമാനിക്കുന്ന, ആരാധിക്കുന്ന ഒരു ഭാവം തിരുമേനിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മൂന്നാമത്, തിരുമേനിയിൽ സംഭവിച്ചിരുന്ന ഒരു ലിറ്റർജിക്കൽ ട്രാൻസ്ഫിഗറേഷൻ ഉണ്ടായിരുന്നു. ആരാധനാ സമയത്ത്, കൂദാശ സമയത്ത്, വിശുദ്ധ കുർബാന സമയത്ത് അദ്ദേഹത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു രൂപാന്തരം. ക്രിസ്തു ജനങ്ങളുടെ മധ്യേ നിന്നപ്പോഴും ഹോറേബിൻ്റെ മുകളിൽ, മൗണ്ട് താബോറിൻ്റെ മുകളിൽ പ്രകാശിച്ചപ്പോഴും വ്യത്യസ്തനായിരുന്നു. സാധാരണക്കാരുടെ കൂടെ നിന്ന തിരുമേനി ആരാധനയ്ക്കായിട്ട്, കൂദാശയ്ക്കായിട്ട് ഉള്ളിലേക്ക് പ്രവേശിച്ച്, പ്രത്യേകിച്ചും വിശുദ്ധ കുർബാനയ്ക്കൊക്കെ പദവിയിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന വലിയ സൂര്യസമാനമായ ഒരു തേജസ്സും ഒരു വ്യത്യാസവും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. തിരുമേനിയുടെ ശരീരവും മനസ്സും ആത്മാവും അലിഞ്ഞ് ചേർന്ന് ആരാധനയുടെ ഉത്തുംഗ ശൃംഗത്തിലേക്ക് അദ്ദേഹം കയറുന്നു എന്ന് മാത്രമല്ല, ആ ആരാധനയിൽ സംബന്ധിക്കുന്നവരെ ഒക്കെ ആകർഷിച്ച വലയത്തിലാക്കി അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ച് നാം അത് ആനന്ദത്തോടെ അനുഭവിക്കുന്ന എത്രയോ ആരാധനകളിൽ നാം പങ്കെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശബ്ദം. അതൊരു വേറിട്ട ശബ്ദമാണ്. നമ്മുടെ എല്ലാവരുടെയും ശബ്ദം ദൈവദാനമാണ്. പക്ഷെ ചില ആളുകൾ അവരുടെ ശബ്ദമാധുര്യം കൊണ്ട്, ഇതിന് മാധുര്യമെന്നല്ല ഞാൻ പറയുന്നത്, വല്ലാതെ നമ്മെ ആരാധനയിലേക്ക് പിടിച്ച്, അത് വെളിയിൽ നിന്ന് തിരുമേനിയെ കാണാതെ മൈക്കിലൂടെ കേട്ടാൽ പോലും നമ്മെ പിടിച്ചിരുത്തുന്ന ഒരു ശബ്ദത്തിൻ്റെ ഉടമയായിരുന്നു തിരുമേനി. വല്ലപ്പോഴുമെങ്കിലും തിരുമേനി അർപ്പിച്ച ആരാധനകൾ, പഴയ വീഡിയോകൾ വല്ലപ്പോഴുമെങ്കിലും ഒന്നുകൂടെ ഞാൻ കാണാനായിട്ട് ശ്രമിക്കും. ആ സമയത്ത് വീഡിയോഗ്രാഫർ തിരുമേനിയെ അല്ലെങ്കിൽ മദ്ബഹായിൽ നിന്നും അതിൻ്റെ ഫോക്കസ് മാറ്റി ജനങ്ങളെ ഫോക്കസ് ചെയ്യുമ്പോൾ ജനങ്ങൾ ആ ആരാധനയിൽ നിൽക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എങ്ങനെ തിരുമേനി ശരീരവും മനസ്സും ആത്മാവും സമഞ്ജസമായി സമ്മേളിച്ച് ഈ ആരാധനയിലേക്ക്, അതിൻ്റെ ഉത്തുംഗ ശൃംഗത്തിലേക്ക് കടന്നുപോ, അതിൻ്റെ അനുഭവങ്ങൾ അനുഭവിച്ച വിശ്വാസി ആരാധനയിൽ നിൽക്കുമ്പോൾ ആ പരിസരത്തിൽ അത് അനുഭവിച്ച് നിൽക്കുന്ന കാഴ്ച വളരെ മനോഹരമായ കാഴ്ചയാണ്. വല്ലപ്പോഴുമെങ്കിലും ഞാൻ പറയുന്നത് വെറുതെ പറയുന്നതല്ല. നിങ്ങൾ പഴയ തിരുമേനിയുടെ ആരാധനയുടെ വീഡിയോകൾ എടുത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. അങ്ങനെ ഒരു ലിറ്റർജിക്കൽ ട്രാൻസ്ഫിഗറേഷൻ എന്ന് ഞാൻ അതിനെ വിശേഷിപ്പിക്കുകയാണ്. ഒരു ആരാധനയിൽ ഉണ്ടാകുന്ന രൂപാന്തരം, അതിലേക്ക് വിശ്വാസ സമൂഹത്തെ നയിക്കുവാനായിട്ടുള്ളൊരു കാന്തശക്തി തിരുമേനിയുടെ ആരാധനയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. നാലാമത്, പ്രാർത്ഥിച്ചാലും ആരാധന നടത്തിയാലും കൂദാശകൾ നടത്തിയാലും മടുപ്പില്ലാത്ത ഒരു പിതാവ്. ഒരിക്കലും അദ്ദേഹത്തിന് മടുത്തിട്ടില്ല. ഞാൻ വന്ദനായ റോയി എം ഫിലിപ്പച്ചൻ തിരുമേനിയുടെ കൂടെ ശമാശനായിട്ട് ജീവിച്ച ആളാണ്. അച്ഛനിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. വന്ന വഴിക്ക് അച്ഛൻ പറഞ്ഞ 2 കാര്യങ്ങൾ ഒന്ന് പറയുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഒന്നാമത്,
തിരുമേനിയുടെ കൂടെ അവർ ആയപ്പോഴേക്കും തിരുമേനി കുറെ കൂടെ പ്രായമായി. അപ്പോൾ ആരെങ്കിലും ഒരു ഷമ്മാശൻ തിരുമേനിയുടെ കൂടെ മുറിയിൽ കിടക്കാറുണ്ട്. മിക്കവാറും ദിവസങ്ങളിൽ രാത്രി 1 മണിക്കും 2 മണിക്കുമൊക്കെ ഉണരുമ്പോൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പിതാവിനെ അവർ കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എങ്കിലും കൃത്യസമയത്ത് 4:30-നും 4:45-നും ഇടയ്ക്ക് വീണ്ടും അദ്ദേഹം ചാപ്പലിൽ നമസ്കരിക്കുവാനായിട്ടുണ്ട് എന്ന്. അതിലും മഹത്തരമായ ഒരു അനുഭവം അച്ഛൻ എന്നോട് പങ്കുവെക്കുകയുണ്ടായി. ദേവലോകത്ത് ഒരു രാത്രി നമസ്കാരം നടന്നുകൊണ്ടിരുന്നപ്പോൾ തിരുമേനിക്ക് ഒരു ആരോഗ്യ പ്രശ്നം, ഒരു വല്ലായികയുണ്ടായി. തിരുമേനി ഉടൻ തന്നെ രാത്രി നമസ്കാരത്തിൻ്റെ ഏതാണ്ട് പകുതി ഭാഗമായപ്പോഴേക്കാണ് തിരുമേനി ഉടൻ തന്നെ കങ്ങഴ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. കങ്ങഴ ഹോസ്പിറ്റലിൽ ഡോക്ടർമാരൊക്കെ പരിശോധിച്ചു. ഏതാണ്ട് ഉച്ചയായപ്പോഴേക്കും തിരുമേനിയുടെ ക്ഷീണം മാറി തിരുമേനി ഒന്ന് ഉണർന്നു. ആ സമയത്തേക്ക് ഭക്ഷണം കഴിക്കുവാനായിട്ട് ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ച് എല്ലാം ക്രമീകരിച്ചു വെച്ചു. തിരുമേനി ഉണർന്ന് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞപ്പോൾ തിരുമേനി ചോദിച്ച ചോദ്യം, ആദ്യത്തെ ചോദ്യം, രാത്രി നമസ്കാരം എവിടെയാ അവസാനിപ്പിച്ചതെന്നാണ്. രാത്രി നമസ്കാരം എവിടെ അവസാനിപ്പിച്ചു എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഇവിടെയാണ് അവസാനിപ്പിച്ചത്. എഴുന്നേറ്റിരുന്ന് അവിടെ അവസാനിപ്പിച്ചിടത്ത് നിന്ന് ഉച്ചവരെയുള്ള നമസ്കാരം പൂർത്തീകരിച്ച് ഭക്ഷണം കഴിച്ച ഒരു തിരുമേനിയെക്കുറിച്ച് റോയി അച്ഛൻ വന്ന വഴിയിൽ എന്നോട് പറയുകയുണ്ടായി. പ്രാർത്ഥിച്ചാലും കൂദാശകൾ നടത്തിയാലും വിശുദ്ധ കുർബാന ചൊല്ലിയാലും ഒരിക്കലും മടുത്തിട്ടില്ലാത്ത ഒരു പിതാവ്. നമുക്കൊക്കെ വലിയ അനുഗ്രഹമാണ്. പല പിതാക്കന്മാരെയും കുറിച്ചും കേട്ടിട്ടുണ്ട്. അവർ അലാറം വെച്ച് ഉണർന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുന്നവരല്ല, പിന്നെയോ രാത്രിയിൽ എപ്പോൾ ഉണരുമോ അപ്പോൾ പ്രാർത്ഥിക്കുന്നവരാണ്. എനിക്ക് തോന്നുന്നു എനിക്ക് നിങ്ങൾക്കുമൊക്കെ മാതൃകയാക്കാവുന്ന ഒരു ശീലമാണത്. വീണ്ടും ഉറങ്ങിക്കൊള്ളട്ടെ, പക്ഷേ ഉറങ്ങുമ്പോഴൊക്കെ രാത്രിയുടെ യാമത്തിൻ്റെ കാവൽക്കാരായി ജീവിച്ച, വിശുദ്ധ ജീവിതം നയിച്ച പിതാക്കന്മാരുടെ ഒരു സഭയാണത്. അതിലേറ്റവും നാം ഇന്ന് ഓർമ്മ കഴിക്കുന്ന പരിശുദ്ധ പിതാവ് നിൽക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അനുഗ്രഹവും അഭിമാനവുമാണ്. എനിക്ക് തന്ന സമയം അവസാനിച്ചു. പേഴ്സണലായി 2 അനുഭവങ്ങളൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ തിരുമേനിയെ അനുസ്മരിച്ചപ്പോഴും ഇത് 2ഉം പറഞ്ഞതാണ്. എങ്കിലും ഒന്നുകൂടെ പറയട്ടെ. 25-ാമത്തെ വയസ്സിൽ ഞാൻ വൈദികനായി ഏതാനും മാസങ്ങൾക്കുള്ളിൽ പരിശുദ്ധ ബാബാ തിരുമേനി അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിൽ നമസ്കാരം ഏകദേശം അവസാനിപ്പിച്ച് തിരുമേനിക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ എന്ന് അറിയുവാനായി മദ്ബഹായിലേക്ക് പ്രവേശിക്കുകയാണ്. തിരുമേനി സാധാരണ നിലയിൽ തൂയോബോ, നമുക്കറിയാം, വെളിമറിഞ്ഞോർ ഈശോ ചൊല്ലുന്നിടം വരേക്കും തൂയോബോ നടത്തുന്ന ഒരാളാണ്. അന്ന് സാധാരണ നിലയിൽ എനിക്ക് തോന്നുന്നു തിരുമേനി അതിനു മുമ്പ് കുമ്പസാരിക്കുന്ന രീതിയാണുള്ളത്. എന്തായാലും ഞാനൊരു യുവ വൈദികനായി, 25 വയസ്സുള്ള ഒരു വൈദികനായി മദ്ബഹായിലേക്ക് കടന്നപ്പോൾ തിരുമേനി തൂയോബൊക്കെ അവസാനിപ്പിച്ച് തിരിഞ്ഞു വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ കുമ്പസാരിക്കണമെന്ന്. എൻ്റെ ശ്വാസം നിലച്ചുപോയി. ഞാൻ അതിനു മുമ്പ് ഒരു വൈദികനെ പോലും കുമ്പസാരിപ്പിച്ചിട്ടില്ല. പരിശുദ്ധ ബാബാ തിരുമേനിയാണ് എന്നോട് പറയുന്നത്, അച്ഛാ എനിക്ക് എൻ്റെ ശ്വാസം നിന്നുപോയി. അദ്ദേഹം പറയാൻ തുടങ്ങി, നിന്നുകൊണ്ടാണ്. സാധാരണ നിലയിൽ കുമ്പസാരത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ ഉപദേശങ്ങളൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. എനിക്ക് ഉപദേശം കൊടുക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അവസാനം ഹൂസോയ പ്രാർത്ഥന നടത്തി അത് അവസാനിപ്പിച്ചു. പക്ഷെ എന്നെ പഠിപ്പിച്ചൊരു പാഠമുണ്ട് വൈദികരുടെ കുമ്പസാരത്തെക്കുറിച്ച്. അത്രമാത്രം ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും തിരുമേനി എൻ്റെ ജീവിതത്തിൽ നൽകിയ ഒരു വലിയ പാഠമാണത്. മെത്രാപ്പൊലീത്ത ആയതിനു ശേഷവും പല പ്രാവശ്യം 1 വർഷം കുമ്പസാരിക്കുവാനായിട്ട് എനിക്കൊരു പ്രേരണയും ശക്തിയും നൽകിയത് തിരുമേനിയാണ്. രണ്ടാമത്, സെമിനാരി പഠനം കഴിഞ്ഞ് ഇനി ഒരു വക പഠിക്കുകയില്ല എന്ന് പറഞ്ഞ് തീരുമാനിച്ച് പ്രഖ്യാപിച്ചിറങ്ങിയ ഒരാളാണ് ഞാൻ. ആ വർഷത്തിൻ്റെ അവസാനമായപ്പോഴേക്കും
ഒരു സെമിനാരി അലുമിനായി മീറ്റിംഗ് സെമിനാരിയിൽ വിളിച്ചു, പോയി സംബന്ധിച്ചു. സമ്മേളനമൊക്കെ കഴിഞ്ഞ് സോഫിയ സെൻറ്ററിൽ വെറുതെ പത്രമൊക്കെ വായിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഇപ്പോഴത്തെ ദിമിത്രിയോസ് തിരുമേനി, എൻ്റെ ഗുരുനാഥൻ ജോൺ മാത്യു അച്ഛൻ, ഇപ്പോൾ സെമിനാരിയിൽ പഠിപ്പിക്കുന്ന ഷാജി പി ജോൺ അച്ഛനെ ബാംഗ്ലൂർ ധർമാരാം കോളേജിൽ MDHന് ചേർക്കുവാനായിട്ട് പരിശുദ്ധ ബാവാ തിരുമേനിയോട് ഒരു കത്ത് വാങ്ങിക്കുവാനായിട്ട് സോഫിയ സെൻറ്ററിൽ കൂടെ കയറി ഓട്ടോറിക്ഷ അവിടെ വരുമെന്ന് പറഞ്ഞ് വരികയാണ്. ഞാൻ അവിടെ നിൽക്കുകയാണ്. ജോൺ മാത്യു അച്ഛൻ, ദിമിത്രിയോസ് തിരുമേനി പറഞ്ഞു, ഞങ്ങൾ ദേവലോകത്ത് പോവുക, വരുന്നെങ്കിൽ ബാവായൊക്കെ കണ്ടിട്ട് പോരാ. വെറുതെ ഒരു തമാശന് ഞാനും കയറി. അപ്പോൾ പോകുന്ന വഴിക്കാണ് പറയുന്നത്, ഷാജി പി ജോൺ അച്ഛന് ധർമാരാമിൽ MDHന് പോവുകയാണ്. അച്ഛൻ വിവാഹിതനൊന്നും അല്ലല്ലോ, അച്ഛനോട് പഠിക്കരുതോ എന്ന് തിരുമേനി ഒരു പ്രേരണ, ജോൺ മാത്യു അച്ഛൻ. അങ്ങനെ ദേവലോകത്ത് ചെന്നപ്പോൾ ഈ ലെറ്ററിനകത്ത് എൻ്റെ പേരൂടെ എഴുതി ചേർത്തു, ഫാദർ VM ഏബ്രഹാം. അതിൻ്റെ അടിയിൽ ഒപ്പിട്ട് ധർമാരാമിലേക്ക് റെക്കമെൻഡ് ചെയ്തത് പരിശുദ്ധ ബാവാ തിരുമേനിയാണ്. എല്ലാം നിയോഗമാണല്ലോ, എല്ലാം ദൈവനിശ്ചയമാണല്ലോ. അങ്ങനെ ഞാൻ പഠിക്കുവാനായിട്ട് ഒരു MDH എടുക്കുവാനായിട്ട് കാരണമായത് ദിമിത്രിയോസ് തിരുമേനിയാണെങ്കിലും അതിന് സീല് ചാർത്തി തന്ന് എന്നെയും അയച്ചത് പരിശുദ്ധ ബാവാ തിരുമേനിയാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലതും അദ്ദേഹം മുദ്ര ചെയ്ത് ചാർത്തി കൊടുത്തിട്ടുണ്ടാകാം. അതൊക്കെ ഓർക്കുവാനായിട്ട് നമുക്കെല്ലാ ദിവസങ്ങളിലും ഞാൻ ഒരു കുർബാന പോലും അദ്ദേഹത്തെ ഓർക്കാതെ അർപ്പിക്കാറില്ല. അദ്ദേഹത്തെ മാത്രമല്ല, നമുക്ക് അറിയാമല്ലോ, അത്രമാത്രം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ സ്പർശിച്ച ഒരു പിതാവാണ്. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. ആ പിതാവിൻ്റെ ദീപ്തമായ ഓർമ്മയാണ് ഇന്ന്. അതിന്ന് മാത്രമല്ല, എന്നും. ആ പരിശുദ്ധ പിതാവിൻ്റെ മധ്യസ്ഥത നമുക്ക് കാവലും തുണയുമായി തുടർന്നും നമ്മെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു.